ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഉച്ചയൂണിനുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഈ മീനാണ് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ പരവക്കാരൽ എന്നാണ് ഇവിടെ കൊല്ലത്ത് പറയുന്നത് കേട്ടോ. കോഴിക്കോട് പിന്നെ അടവ് എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ വഴറ്റിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. സവാള തക്കാളി എല്ലാം കൂടെ വഴറ്റി ഒരു മുളകിട്ട മീൻ കറിയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്ന് അതിലേക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി ഇട്ട് അതിന് ശേഷം മസാല ചേർക്കുക. മസാല മീൻസ് മുളകിട്ടിട്ടാണ്, അതുകൊണ്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ മുളക് പൊടി തീരെ എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത്. അത് എന്താ വെള്ളം ചുമന്നിരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട, അത് ഈ മുളകിൻ്റെ വെള്ളം തന്നെയാണ്. ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചപ്പോഴേ ഇത് കഴുകിയിട്ട് ആ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ അതിലുള്ള മുളകിൻ്റെയൊക്കെ ആ ഒരു ഇത് നമുക്ക് ഇതിലേക്ക് കിട്ടുമല്ലോ, അങ്ങനെ ചേർത്തതാണ്. കുടംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കുടംപുളീൻ്റെ മരമുണ്ട്. നല്ല വലിയ മരമാണ്. അതിൽ നിറയെ പുളി ഉണ്ടാവും. അപ്പോൾ അത് ഉണക്കി വെച്ചതാണ് കേട്ടോ ഇത്. മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇത് നന്നായി തിളച്ച് വരുമ്പോഴാണ് കേട്ടോ അതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. ഇത് അത്ര വേവില്ലാത്ത മീനാണ്. പൊതുവേ മീനെല്ലാം ഞാൻ എല്ലാം തിളച്ചിട്ട് തന്നെയാണ് ചേർക്കുന്നത്. മീൻകറി റെഡി ആയിട്ടുണ്ടേ. തിരിച്ചിട്ട് കൊടുത്തതോടെ ഒന്ന് ഇതിൻ്റെ മറ്റേ സൈഡും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഊണ് കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.